നമസ്കാരം, ഞാൻ കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന്. ഇപ്പൊ FBയിൽ വരാനുള്ള കാരണം, ഈ കഴിഞ്ഞ ബുധനാഴ്ച കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടിൽ ഈ ഛത്തീസ്ഗഡിലെ ഒരു പാവം പിടിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയായ രാം നാരായൺ എന്ന് പറയുന്ന 31-കാരനെ സംശയത്തിന്റെ പേരിൽ, കള്ളനാണോ എന്ന് ഒരു സംശയത്തിന്റെ പേരിൽ കുറച്ച് പേരടങ്ങുന്ന സംഘങ്ങൾ, തീവ്രവാദി സംഘങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇപ്പൊ കുറെ തീവ്രവാദികളെ പിടിച്ചിപ്പോ ജയിലിനകത്തിട്ടുണ്ടത്രേ. അങ്ങനെയൊക്കെയാണ് കേട്ടുകേൾവി, മീഡിയകളിലൂടെ വരുന്ന വാർത്തകളാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന രാം നാരായൺ, ഈ കൊല്ലപ്പെട്ടുപോയ രാം നാരായണന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാണത്രേ, ബന്ധുക്കാര്, അവന്റെ നാട്ടിൽ ഛത്തീസ്ഗഡിൽ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസ് പോലും ഇല്ലാത്തവനാണ്. അവൻ നല്ലവനാണ്. അവനിക്കെതിരെ ഒരു പ്രശ്നങ്ങളും അവന്റെ നാട്ടിൽ പോലും ഇല്ല. അവന്റെ പേരിൽ ഒരു കേസും ഇല്ല. ഇവിടെ ജീവിക്കാൻ വന്നതാണ്. വന്ന് 4 ദിവസം ആയിട്ടുള്ളൂ. അവനിക്കെന്തോ ജോലി പറ്റാതായി, അതുകൊണ്ട് തിരിച്ചു പോവാണ്. അപ്പോ പോകുന്ന വഴിക്ക് ഏതോ വഴിതെറ്റിപ്പോയി. അപ്പോ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകൾ സംശയത്തിന്റെ പേരിൽ ഇവൻ എന്തോ കള്ളനാണ് എന്ന പേരിൽ മറ്റുള്ള കുറെ തീവ്രവാദികളെ അറിയിച്ചു. ആ നാട്ടിലെ കുറെ തീവ്രവാദികളുണ്ടല്ലോ, നിയമം കയ്യിലെടുക്കുന്ന തീവ്രവാദികളെ, ഇവരെ ഇങ്ങനെ തന്നെ വിളിക്കും. ഇനി ആരിതിനെതിരെ പൊങ്കാലിട്ടാൽ എനിക്ക് വിഷയമല്ല. ഇവര് വന്നിട്ട് ഇവരെന്താ ചെയ്യേണ്ടത്? ഒരുത്തനെ സംശയത്തിന്റെ പേരിൽ കണ്ടുകഴിഞ്ഞാൽ, പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവൻ ആക്രമണകാരിയോ അവിടെ മോഷ്ടിച്ചതായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണ്ടേ? അതല്ലേ അതിന് ശരി. ഇവര് നിയമം കയ്യിലെടുക്കാൻ ഇവരൊക്കെ ആരാണ്? ഇവർക്ക് എന്താ അവകാശമുള്ളത്? അന്യ സംസ്ഥാനത്തിൽ നിന്ന് കേരളത്തിലേക്ക് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി വരുന്നവരാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഇതര സംസ്ഥാന തൊഴിലാളികളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട്, ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ളവരുണ്ടൊക്കെ ശരിയാണ്. ബംഗ്ലാദേശിയാണ് പറഞ്ഞിട്ടാണ് അത്ര ആക്രമണം. അവൻ ഛത്തീസ്ഗഡുകാരനാണ് കൊല്ലപ്പെട്ടവൻ. 31 വയസ്സായിട്ടുള്ളൂ. 1-2 മക്കളുണ്ട്, കല്യാണം കഴിഞ്ഞാണ്. കുടുംബം പോറ്റാൻ വേണ്ടി കേരളത്തിൽ വന്നതാണ്. നമ്മൾ അതിഥികളെ നല്ലപോലെ സ്വീകരിക്കേണ്ടതല്ലേ? ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? അവര് പൊതുസ്ഥലത്ത് വെച്ച് ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? ആ ആക്രമണം നിങ്ങൾ നിങ്ങളുടെ കണ്ണിലൂടെ കണ്ടോ? അപ്പോ നിങ്ങൾ എന്തെങ്കിലും 2 കൊടുത്തു പറഞ്ഞാലും അത് വിഷയം വരില്ല. അത് കൊടുത്താലും തെറ്റാണ്. അവിടെ അതിനാണല്ലോ ഈ പറയുന്ന നിയമം, ഈ പറയുന്ന പോലീസും നിയമപാലകരും ജുഡീഷ്യറിയും എല്ലാം ഉള്ളത്. ഇപ്പൊ നിയമം കയ്യിലെടുക്കാൻ ഒരു മനുഷ്യർക്കും നിയമം കയ്യിലെടുക്കാൻ ഭരണഘടന ഒരിക്കലും അനുവദിക്കുന്നില്ലല്ലോ. പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ നിയമം കയ്യിലെടുത്തോളൂ എന്നൊരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു പാവം പിടിച്ച ഒരു രാം നാരായൺ എന്ന് പറയുന്ന ഒരു പച്ച പാവം പിടിച്ച മനുഷ്യൻ കേരളത്തില് വയറ് കഴിയാൻ വേണ്ടി കേരളത്തിൽ ജീവിക്കാൻ വന്നതാണ്. ഒരുപാട് മലയാളികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇപ്പോ നിലവിൽ ഛത്തീസ്ഗഡിൽ മൊത്തം പരന്നു കിടക്കുന്നുണ്ടാവും ഈ വാർത്ത. കേരളത്തുകാർ നമ്മുടെ നാട്ടിലെ ഛത്തീസ്ഗഡിലെ നമ്മുടെ നാട്ടിലെ ഒരു രാം നാരായൺ എന്ന് പറയുന്ന ആളെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടിലെ പൊതുസമൂഹം കുറെ തീവ്രവാദികൾ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ് അവിടെ വാർത്തയുണ്ടാവും. അപ്പോ അവിടെയുള്ള ഒരുപാട് മലയാളികളുണ്ടാവും. ഈ മലയാളികളെ ആ നാട്ടുകാർ ആക്രമിച്ചാൽ എങ്ങനെയുണ്ടാവും? ഈ നമ്മളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകുന്നവരല്ലേ? നമ്മൾക്കൊക്കെ ഇതുപോലുള്ള ആക്രമണം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും? നമ്മൾക്കോ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞ ആളുകൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ഇതേപോലെ ആക്രമണങ്ങൾ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും? അപ്പൊ ഇതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഈ തെറ്റ് ചെയ്ത കൊല ചെയ്ത ഈ തീവ്രവാദികളുണ്ടല്ലോ, അവരെയൊന്നും ഒരിക്കലും വെറുതെ വിടരുത്. ഈ കേസൊന്നും ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോവരുത്. ഈ കൊല ചെയ്ത ആൾക്കൂട്ടാക്രമണം നടത്തിയ ഈ പാവം പിടിച്ച രാം നാരായൺ എന്ന് പറയുന്ന ആ 31-കാരനായ പച്ച പാവത്തിനെ തല്ലിക്കൊന്ന സകല തീവ്രവാദികൾക്കും അവരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കോടതി മാതൃകയാവണം. അതിന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ശക്തമായ നിയമ നടപടി പോലീസിലൂടെ സ്വീകരിക്കണം. ഇത് ഇനി ഒരിക്കലും ആൾക്കൂട്ട കൊലപാതകം കേരളത്തിൽ ഉണ്ടാവരുത്. കുറച്ച് അരി മോഷ്ടിച്ചു എന്നതിന് പേരിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ പാവം പിടിച്ച ആദിവാസി യുവാവായ മധുവിനെ തല്ലിക്കൊന്ന നാടാണ് കേരളം, പ്രത്യേകിച്ച് പാലക്കാട്. ഇതൊക്കെ വല്ലാത്ത ദുഃഖമാണ്. ബുദ്ധിജീവികളായ നാടാണത്രേ കേരളം. പ്രബുദ്ധരായ മലയാളികളല്ലേ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ ചെയ്യുന്ന ആക്രമണം ഈ പരനാറികൾ, കുറെ തന്തയില്ലാത്തവന്മാര്, തീവ്രവാദികൾ കാട്ടിക്കൂട്ടുന്നതുകൊണ്ട് കേരളത്തിലെ നല്ലവരായ ഒരുപാട് പാവം പിടിച്ച മനുഷ്യര് തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഇന്ന് ഇല്ലെങ്കിൽ, ഇന്ന് കേരളമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു ജോലി അവിടെ ചെയ്യാൻ പറ്റുമോ കേരളത്തിൽ? എത്ര ജില്ലകളിൽ, കേരളത്തിന്റെ 14 ജില്ലയ്ക്കകത്തും ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട്, ഉണ്ട്. ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ളവരുണ്ട്. പെരുമ്പാവൂരിൽ പോലീസ് ജീപ്പ് കത്തിച്ച ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളല്ലേ?
ആ 2020 എന്താ അവന്റെ പേര്, ആ മറ്റേ ഒരു കോടീശ്വരൻ ഉണ്ടല്ലോ, എന്തോ ഒരു പേര് ഓർമ്മയില്ല, അവരുടെ ജോലിക്കാര് പോലീസിൽ പോലും കത്തിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല. അങ്ങനെയുള്ളവരൊന്നുമല്ലല്ലോ. ഒരു പാവം പിടിച്ച മനുഷ്യർ ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ വന്നാൽ അവരെ ജീവിക്കാൻ അനുവദിക്കാതെ സംശയത്തിന്റെ പേരിൽ അവരെ തല്ലുക, ആ പാവം പിടിച്ച മരണപ്പെട്ടു പോയി. ഈ ശാപമൊക്കെ നിങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകും? 100 ഗംഗയിൽ പോയി കഴുകി മുങ്ങിക്കുളിച്ചാലും ഈ ശാപമൊന്നും ഒരിക്കലും മാറില്ല കേട്ടോ. ഈ കൊന്നവന്മാരുണ്ടല്ലോ, അവരുടെ റെക്കോർഡ്സ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അവരൊന്നും സ്വന്തം വീട്ടിലോ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്തവന്മാർ, വെറും പാഴ് ജന്മങ്ങളായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഇപ്പോ എന്റെ കൺമുന്നിൽ കുറച്ച് ആളുകൾ വിളിക്കുക, കമറുദ്ദീനെ ഇവിടെ ഇതാ ഒരുത്തൻ ഇവന് കള്ളനാണെന്ന് സംശയമുണ്ട്, നീ ഒന്ന് പോയി ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഞാൻ അവൻ തല്ലുവോ? ഒരിക്കലും ചെയ്യില്ലല്ലോ. എന്താ നിന്റെ പേര്, എവിടെന്നാ വരണത്, എന്താ സംഭവം? സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാ, ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ വരും, കൊണ്ടുപോകും. ബാക്കി അവർ തീരുമാനിക്കട്ടെ. ഈ പരനാറികൾ എങ്ങനെ നിയമം കയ്യിലെടുക്കും? കേരളത്തിനെ മൊത്തം ലോകത്തിന് മുന്നിൽ തലകുനിപ്പിക്കുകയാണ്. ഇനി ഛത്തീസ്ഗഡിലുള്ള മലയാളികളുടെ കാര്യം എന്താണെന്ന് അറിയില്ല. മലയാളികള് കേരളത്തിന്റെ എന്നല്ല, രാജ്യത്തിന്റെ എന്നല്ല, ലോകത്തിന്റെ നാലാഭാഗത്തും ജോലി ചെയ്യുന്നവരാണ് ഈ മലയാളികൾ. ഈ മലയാളികൾക്ക് ഇതുപോലുള്ള ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര വിഷമം ഉണ്ടാവും? നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഒരിക്കലും ഇതിനൊന്നും യോജിക്കാൻ കഴിയില്ല. ഈ പാപം പിടിച്ച ആ രാംനാരായൺ എന്ന് പറയുന്നവനെ തല്ലി കൊന്ന ആ കൊലയാളികൾക്ക് എതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. കേരളത്തിൽ ഒരിക്കലും ഇതുപോലുള്ള ആൾക്കൂട്ട ആക്രമണം ഇനി ഉണ്ടാവരുത്. ഉണ്ടാവാത്ത തരത്തിലുള്ള ശിക്ഷ ഈ കൊന്ന തീവ്രവാദികളുണ്ടല്ലോ, ഇങ്ങനെ തന്നെ പറയും, ഈ തീവ്രവാദികൾ കൊടുക്കണം. അവനെന്തോ ബംഗ്ലാദേശിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമണം. എന്താ ഇത്? അതൊക്കെ നോക്കാൻ ഇവിടെ അധികാരികളില്ലേ, ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, ഗവൺമെന്റുകളില്ലേ, പോലീസില്ലേ, കേന്ദ്രമില്ലേ, കേരളമില്ലേ? ഈ തന്തയില്ലാത്തവന്മാരാരാണ് നിയമം കയ്യിലെടുക്കാൻ? പരമാവധികൾ കേരളത്തിലെ മലയാളികളുടെ മാനങ്ങളെ വേണ്ടി ഉണ്ടായ കുറെ തന്തയില്ലാത്തവന്മാര്. ഇതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കേട്ടോ. ഒരിക്കലും കേരളത്തിൽ ഒരു ആൾക്കൂട്ട ആക്രമണം ഇല്ലാതിരിക്കട്ടെ. സമാധാനപരമായിട്ട് കേരളം പോവാണ്. ഒരുപാട് സംസ്ഥാനങ്ങളിൽ മലയാളികൾ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ നാറികള് വെറും അപമാനം. ഇങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. സർവേശ്വരൻ ആൾക്കൂട്ട ആക്രമണത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു അനീതികളും. നമ്മുടെ പുണ്യമാക്കപ്പെട്ട കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്, സംശയമൊന്നും വേണ്ട. കേരളത്തെ ലോകം ഉറ്റുനോക്കുന്നതാണ്. ഈ പറഞ്ഞ അങ്ങനെയുള്ള കേരളത്തിൽ ഇങ്ങനെയുള്ള അനീതികളും ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.